അസാധാരണമായൊരു വെളിപ്പാടും ദർശനവും നോഹയ്ക്ക് ദൈവം കൊടുത്തു. ആ കാലഘട്ടങ്ങളിൽ നോഹയോട് ദൈവം പറയാണ് മഴ പെയ്യും, ഭയങ്കര ഒരു ഇടിയും മിന്നലും മഴയും പെയ്യാൻ പോവുകയാണ്. അന്ന് മുതൽ നോഹയുടെ നോട്ടം താഴോട്ടല്ല, നോഹയുടെ നോട്ടം മുകളിലോട്ടാണ്. നോഹ അന്ന് മുതൽ 120 വർഷക്കാലം എന്ത് ചെയ്തു? അങ്ങോട്ട് മുകളിലോട്ട് നോക്കിയ നടപ്പ്. കാരണം എപ്പോഴാണ് മഴ വരുന്നത്, എപ്പോഴാണ് മഴ വരുന്നത്? നോഹ കൃപ പ്രാപിച്ച് വീട്ടിൽ ചെന്ന് ആ കൃപയ്ക്കകത്തോട്ട് ഭാര്യയെ ചേർത്തു. ഭാര്യയും ഭർത്താവും കൃപയിൽ ആത്മാവിൽ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ 3 ആമക്കളും കൂടെ കയറിയിരുന്നു ഭായിൽ. അവരും കൂടെ ആത്മാവ് അങ്ങ് പ്രാപിച്ചു. 3 ആൺമക്കൾ ആത്മാവ് പ്രാപിച്ചപ്പോൾ അവന്മാർ കെട്ടിയ 3 പെണ്ണുങ്ങളും ആത്മാവ് പ്രാപിച്ചു. 8 പേര് മതി. ബാക്കി എല്ലാം ചത്തവരുടെ ലിസ്റ്റിൽ പെട്ടപ്പോൾ 8 പേര് പെട്ടകത്തിനകത്ത് കയറി. കൃപ പ്രാപിച്ചവരാരെങ്കിലും ഇതിനകത്തിരിക്കുന്നെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് അവിശ്വാസികൾ എത്ര പേരെ കൊണ്ടാകട്ടെ, നിനക്ക് നിത്യതയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആത്മാ പറയ ഹല്ലേലൂയ. നീ ഒരാൾ കൃപ പ്രാപിച്ചാൽ നീ വീട്ടിൽ ചെന്ന് നിന്റെ ഭാര്യയുടെ മേൽ ആ കൃപ പകരണം. ആ ഭാര്യയും ഭർത്താവും കൃപ പ്രാപിച്ചാൽ നിന്റെ തലമുറകളെ കൂടെ ആ കൃപയ്ക്കകത്ത് നീ കയറ്റണം. അവരങ്ങോട്ട് പ്രാപിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും.